ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ തന്നെ ചായയും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയുമാണ് നമ്മുടെ രാവിലത്തെ ആഹാരം ഇന്ന്. ഇനി ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ഏത്തയ്ക്ക പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏത്തയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നതിനായിട്ട് തേങ്ങയും തിരികെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല ജീരകവും ഒരു 2 കൊച്ചുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഏത്തയ്ക്ക അത് ചെറിയ പീസാക്കി അരിഞ്ഞ് പച്ചമുളകും എല്ലാം കീറി ഇതൊന്ന് വേവിച്ചെടുക്കണം ഉപ്പൊക്കെ ഇട്ട്. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് അടുപ്പയിലേക്ക് നമുക്ക് വെക്കാം. ഈ ഏത്തയ്ക്ക വേകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങയെല്ലാം മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ച് അരപ്പാക്കിയെടുക്കാം. പിന്നെ എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ ഇപ്പം വെയിലാണ്. അങ്ങനെ എടുത്ത് വച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ അരച്ചെടുത്തത് ഈ വെന്ത് വന്ന ഏത്തയ്ക്കായിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഏത്തയ്ക്കായുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഏത്തയ്ക്ക തണുത്ത് വരുമ്പോഴത്തേക്കും ഇത് തിളയ്ക്കുമല്ലോ, അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് കടുക് താളിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് കടുകും കുറച്ച് ഉലുവയും കറിവേപ്പില എല്ലാം ഇട്ട് താളിച്ച് ഇത് ഏത്തയ്ക്കയിലോട്ട് ചേർന്ന് കൊടുക്കുക. ഇനി ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തൈരൂടെ ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏത്തയ്ക്ക പച്ചടി എളുപ്പമല്ലേ? ഇത്രയും ചെയ്ത ക്ഷീണത്തിലാണ് ഞാൻ ഇച്ചിരി പുട്ട് ചെറുതായിട്ട് പുഴുങ്ങി കഴിക്കാമെന്നും പറഞ്ഞ് അരിപ്പുട്ടെടുത്ത് അതിൻ്റെ കൂടെ ഇച്ചിരി മാങ്ങായും ഇട്ട് കഴിച്ചു. എന്നിട്ട് അടുത്ത വീണ്ടും പാവയ്ക്ക മെഴുക്കുവരട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാവയ്ക്കായും സവാളയെല്ലാം അരിഞ്ഞെടുത്തു. അങ്ങനെ കടുക് പൊട്ടിക്കണം. അതിനായിട്ട് എണ്ണ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇനി കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ഞാൻ ഈ പാവയ്ക്കായും എല്ലാം എടുത്തിട്ട് സവാള എല്ലാം എടുത്തിട്ട് നന്നായിട്ട് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്ത് ഒന്നുകൂടെ നിന്നത് മിക്സ് ചെയ്ത് ഇച്ചിരി ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയും റെഡിയായി. അങ്ങനെ ഉച്ചയായി, കുറച്ച് മാങ്ങായും കൂടെ പുളി കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് നല്ല മഴയായി വരുന്നുണ്ട്. ഉച്ചയ്ക്കത്തേക്ക് ഊണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീമക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയും തീയലും നമ്മുടെ ഏത്തയ്ക്ക പച്ചടിയാണ് ഞാൻ എടുത്തത്. വൈകുന്നേരം വീണ്ടും ചായയും കുടിച്ചു, ബിസ്ക്കറ്റും പരിപ്പുവടയും കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മുട്ട ബജ്ജി വേണമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ ബദരിയായിട്ട് മുട്ട ബജ്ജിയും കാബജിയും എല്ലാം വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് പോയി. കൂടെ ഉഴുന്നുവട ഉണ്ടായിരുന്നു, അതും മേടിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അടുക്കളയിൽ പോയി മാങ്ങ കൊത്തിപ്പൊടിച്ച് കൊച്ചുള്ളിയായിട്ടെല്ലാം അരിഞ്ഞ് അത് കഴിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും മഴയായി, സന്ധ്യയായി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ദോശയും സാമ്പാറും ഞങ്ങൾ മുട്ടത്തോരനും ഉണ്ടാക്കി. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി പാവയ്ക്ക മെഴുക്കുവരട്ടി എടുത്ത് അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഗോതമ്പ് പുട്ട് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഗോതമ്പ് പുട്ടും മാങ്ങായും ആയിട്ട് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അരിപ്പുട്ടിനെക്കാട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.